നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കാൻ പറ്റും നല്ലൊരു നൂലപ്പം ഉണ്ടാക്കി കാണിച്ചു തരട്ടെ. രാവിലെ എളുപ്പമാണ് ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് കറി ഒന്നും വേണ്ട. അതാ ഇതുപോലെ നിങ്ങൾ തേങ്ങാപ്പാൽ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ കോരി ഒഴിച്ച് കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. കൈ ഒട്ടും വേദനിക്കത്തില്ല. കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള നൂലപ്പാട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു കളർ കിട്ടാനായിട്ട് നമുക്ക് ബീട്രൂട്ട് ഉണ്ടല്ലോ, ബീട്രൂട്ടിൻ്റെ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് നമ്മൾ ജ്യൂസ് അടിച്ചെടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കണ്ടോ കേട്ടോ. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ബീട്രൂട്ടിൻ്റെ ജ്യൂസും അര ഗ്ലാസ് വെള്ളം, അപ്പോൾ 1.5 ഗ്ലാസ് വെള്ളം കേട്ടോ മൊത്തം. ഇനി ഒരു നുള്ള വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ചെറിയ രീതിയിലൊന്ന് പൊട്ടി വന്നിട്ട് വെള്ളം തിളപ്പിക്കാൻ നിൽക്കരുത്. പൊട്ടി വന്നിട്ട് ആ പൊട്ടി വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് 1 ഗ്ലാസ് പൊടിയാണ് ഇട്ടേക്കുന്നത്. 1.5 ഗ്ലാസ് വെള്ളത്തിന് 1 ഗ്ലാസ് പൊടി കേട്ടോ. ഒരു തവിയുടെ ബാക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കിണ്ടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് കുഴച്ചെടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും. കയ്യിൽ ഇത്തിരി വെളിച്ചെണ്ണ തൂത്ത് കൊടുത്തിട്ട് ഇതുപോലെ കുഴച്ചെടുത്തോട്ടോ. മാവ് നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ മാവ് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്കത് ഇതുപോലെ കറക്കുമ്പോൾ പെട്ടെന്ന് ചാടി വരും. കൈ വേദനിക്കത്തുമില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു റോസ് കളറാണ്. അപ്പം ഇത് കുട്ടികൾക്ക് ബ്ലഡ് ഉണ്ടാവാനായിട്ട് നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഒന്നും പറയാൻ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കറക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇത്തിരി തേങ്ങ ചിരവിയത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നിങ്ങളിത് ആവിയിലേക്ക് കയറ്റി വെച്ചിട്ട് അങ്ങോട്ട് വേവിച്ചോട്ടോ. ഞാൻ കാണിച്ചു തരാം വേവിച്ചത്. ഇനിയിപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് കൊടുക്കുമ്പോൾ ടേസ്റ്റ് കൂടാനായിട്ട് ഒരു ചെറിയൊരു കഷ്ണം ഏലയ്ക്ക് ഇത്തിരി വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചിട്ട് പാൽ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ട് പഞ്ചസാര ഇട്ട് എടുത്തോട്ടോ. ഇനി നമുക്ക് ഞാൻ ഇതുണ്ടല്ലോ ആവിയിൽ വേവിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് കോരി ഒഴിച്ചിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കാം.